ഹലോ ഗൈസ്, അപ്പൊ ഞാൻ ഈ ക്യാരറ്റും കൊണ്ട് അഭിനയം കാണിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാരറ്റ് കേക്ക് ആണ് കേട്ടോ. അതിനുവേണ്ടി ആദ്യം ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും ഗ്രേറ്റ് ചെയ്ത് തന്നെ എടുക്കുക, മിക്സിയിലൊന്നിട്ട് അടിച്ചെടുക്കരുത് കേട്ടോ. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്തോട്ട് വെച്ചിട്ട് കുറച്ചധികം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് മെൽറ്റായി ചൂടായി വരുന്ന സമയത്ത് കാഷ്യൂനട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. കാഷ്യൂനട്ടിന്റെ കളറൊക്കെ മാറിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിനകത്തോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. ക്യാരറ്റ് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നല്ല രീതിയിലൊന്ന് ഇളക്കി ക്യാരറ്റിന്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ മാറി ആ ഒരു നെയ്യുടെ ടേസ്റ്റ് മുന്നിൽ വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പാൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് പശുവും പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കുറച്ച് പശുവും പാലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് തന്നെയാണ് കേട്ടോ ഞാൻ മധുരത്തിനായിട്ട് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം കുറച്ചധികം മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 4-5 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക, കൂടുതലാണെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ചേർത്ത ശേഷം നമ്മൾ കുറച്ചു നേരം ഒന്ന് വേവിക്കണം. കുറച്ച് സമയം തുറന്നു വെച്ച് വേവിച്ച ശേഷം അടച്ചു വെച്ചും കൂടി വേവിക്കുക കേട്ടോ. ഇടയ്ക്ക് തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക. തുറന്നു നോക്കുന്ന സമയത്ത് ക്യാരറ്റിൽ നമ്മൾ ഒഴിച്ചതിനെക്കാട്ടി കൂടുതൽ വെള്ളം ഉണ്ടായിരിക്കും. കാരണം ആ ഒരു ക്യാരറ്റിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും കേട്ടോ. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് വറ്റിച്ച് കുറുക്കി എടുക്കുക. നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റുന്നവരെ വെയിറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാനാണ് പോകുന്നത് കേട്ടോ. ഓവൻ സെറ്റപ്പ് നിങ്ങളുടെ ഇപ്പോൾ ഓവൻ ഒന്നും ഇല്ലെങ്കിൽ ഓവൻ സെറ്റപ്പിന് പകരം ഒരു ചരുവ് എടുത്ത് അങ്ങോട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. 15 മിനിറ്റ്. ഇനി ഒരു 3 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ. കുറച്ചൊന്ന് ബീറ്റായി വരുന്ന സമയത്ത് വാനില എസൻസിന് പകരം ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് ആണ് എടുത്തു കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ്, ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പൈനാപ്പിൾ എസൻസ് വെച്ചിട്ട്. ഇനി പൊടിച്ച പഞ്ചസാര, നോർമലി നമ്മൾ 1 kg കേക്കിന് 3/4 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത്. പക്ഷെ ക്യാരറ്റ് ഹൽവയിൽ മധുരം ഉള്ളതുകൊണ്ട് 1/2 കപ്പ് പഞ്ചസാര എടുത്തു കൊടുത്താൽ മതി കേട്ടോ. ഇനി അതിനകത്തേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ നോർമലി കേക്ക് ഉണ്ടാക്കുന്ന പോലെ ചേർത്ത് കൊടുത്ത് കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്യുക. ഇനി കുറച്ച് വിനിഗർ കൂടി ഒഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് സ്ക്വയർ കൊണ്ട് കുത്തിയൊക്കെ ഒന്ന് കളയാട്ടോ. ഇനി കേക്ക് ഒരു 30 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ. അടിപൊളി ഒരു മണം വരുമ്പോൾ തുറന്നു നോക്കുക. കേക്ക് നല്ല അടിപൊളിയായിട്ട് ബേക്ക് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.